കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതാപനവും ഒക്കെ ചർച്ചയാകുന്ന ഈ ഒരു സന്ദർഭത്തിൽ സൂര്യനെ നിയന്ത്രിച്ച് ഭൂമിയിലെ കാലാവസ്ഥയെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് ഇപ്പോൾ ആർക്കും പറയാൻ കഴിയുകയില്ല എങ്കിലും സൂര്യനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളതാണ് സത്യം. ആഗോളതാപനം കൊണ്ട് വരൾച്ച പോലുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് ലോകത്തിന് നേരിടേണ്ടി വരുന്നത്. എങ്കിലും മനുഷ്യൻ പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് വലിയ ചർച്ചകൾക്കുള്ള ഒരു വിഷയം തന്നെയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സൂര്യനെ നിയന്ത്രിച്ച് കാലാവസ്ഥയെ സംരക്ഷിക്കാൻ മനുഷ്യൻ്റെ പദ്ധതി എന്ന ആശയം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായകരമായി മാറും. സൂര്യപ്രകാശം പ്രപഞ്ചത്തിലേക്ക് തിരിച്ചയച്ച് ഭൂമിയിലെ ചൂട് കുറയ്ക്കുന്നതിലൂടെ ഹരിതഗൃഹവാതകങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള പ്രമുഖ വ്യവസായികൾ ഈ പദ്ധതികൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് കണക്കാക്കുന്നത്. അതിനെതിരെ ശക്തമായ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് വാദിക്കുകയും ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് കൂടി സഹകരിച്ചുകൊണ്ടുള്ള വിവിധ ഗവേഷണ സംഘടനകളും സോളാർ ജിയോ എഞ്ചിനീയറിംഗ് പരീക്ഷണങ്ങൾക്കായി വൻതോതിലുള്ള ഫണ്ടാണ് ഇപ്പോൾ നൽകുന്നത്. എന്നാൽ ഇതിനോട് പ്രതികരണങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പുറത്തു വരുന്നത്. ചിലർ ഇതിനെ കാലാവസ്ഥാ വ്യതിയാനത്തിന് കൃത്യമായ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന പരിഹാരമെന്ന നിലയിൽ കാണുമ്പോൾ മറ്റുള്ളവരാകട്ടെ പ്രകൃതിയോട് കൃത്രിമമായി ഇടപെടുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചേക്കും എന്ന ആശങ്കയിലുമാണ്. 1997 നെയ്ത്ത് ഡോളർ വഴി ക്ലോണിംഗ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അതിൻ്റെ മാനസികവും ശാസ്ത്രീയമായ പ്രതിസന്ധി എത്ര വലുതായിരുന്നു എന്ന് ഓർക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ള പദ്ധതികളിൽ നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നാണ് ചിലർ ആവശ്യപ്പെടുന്നത്. ഈ ആശയത്തോട് കടുത്ത എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം പ്രകൃതിയെ ശക്തമായി സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരാണ്. പ്രകൃതിയുടെ സ്വാഭാവിക നില മാറുന്നതിലൂടെ അത് മനുഷ്യരാശിക്കും മറ്റു ജീവജാലങ്ങൾക്കും തീവ്രമായ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ഒരിക്കൽ പ്രകൃതി വൈവിധ്യവും ചിട്ടയും നഷ്ടപ്പെടുത്തിയാൽ പിന്നെ അവശേഷിക്കുന്ന കാലത്ത് അതിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ തിരിച്ചു കിട്ടാതാകും എന്നാണ് ഇവർ പറയുന്നത്. പ്രകൃതിയുടെ സ്വഭാവം മനസ്സിലാക്കാതെ അതിൽ അവിശ്വസനീയമായ രീതിയിൽ ഇടപെടുക ഭാവിയിൽ കൂടുതൽ പ്രതിസന്ധികൾക്ക് വഴിയൊരുക്കാൻ തന്നെയാണ് സാധ്യത എന്നാണ് ഒരു വിഭാഗം ഗവേഷകർ ആരോപിക്കുന്നത്. കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തി പരിഹാരം കണ്ടെത്താനാകുമെന്ന മനോഭാവം ഹരിതഗൃഹവാതകങ്ങളുടെ ഉൽപ്പാദനം കുറയ്ക്കുന്നതിന് നേരിട്ടുള്ള ശ്രമം ചെയ്യുന്നതിന് പകരമായി ഒരു അസാധാരണ പരിഹാരം എന്ന നിലയിൽ മാത്രം ഈ സമൂഹം ഒരുപക്ഷെ പിന്തുടരും എന്നാണ് ഇവർ വാദിക്കുന്നത്. ഏതായാലും സൂര്യനെ പോലെയുള്ള മനുഷ്യൻ എക്കാലത്തും ഊർജം പകരുന്ന, ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ എക്കാലത്തും സ്വാധീനിച്ചു പോകുന്ന സൂര്യനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതിൽ കയറി കളിക്കേണ്ടതുണ്ടോ മനുഷ്യൻ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. സോളാർ എനർജി ഇന്ന് ഭൂമിയിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. വൈദ്യുതിക്ക് ഒരു പരിഹാരം എന്ന നിലയിലൊക്കെ തന്നെ സോളാർ എനർജി ധാരാളമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ കാലാവസ്ഥ മൊത്തത്തിൽ തന്നെ മാറ്റുക എന്നുള്ളത് അത്രത്തോളം പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ഭൂരിഭാഗം വരുന്ന ഗവേഷകരുടെയും അഭിപ്രായം. ഏതായാലും ബിൽ ഗേറ്റ്സിനെ പോലെയുള്ള അതിസമ്പന്നന്മാർ ഇത്തരത്തിലുള്ള പദ്ധതികളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ അത് വലിയൊരു മാറ്റത്തിന് തന്നെ വഴിവെക്കാനാണ് സാധ്യത.